തൃശൂർ മണലൂർ മണ്ഡലത്തിൽ വീണ്ടും ബി.ജെ.പിയുടെ കിറ്റ് വിതരണമെന്ന് പരാതി. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ഥലത്ത് LDF, UDF പ്രവർത്തകരുടെ പ്രതിഷേധം. ഹരീഷ് നാരായണൻ വിശദാംശങ്ങൾ നൽകും. ഹരീഷ്, നേരത്തെ തൃശൂർ മണ്ഡലത്തിൽ ഇത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്തു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ അത് പൂർണ്ണമായും നിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ അത് അടുത്ത സ്ഥലത്തും കിറ്റുകൾ തയ്യാറാണ്, വിതരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് വീണ്ടും ഒരു കിറ്റ് വിതരണം ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നു. അത് BJP ആണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്ഥലത്ത് LDF അതുപോലെ UDF ഇവരുടെ രണ്ടുപേരുടെയും പ്രതിഷേധം നടക്കുകയാണ്. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് ഈ കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും വിവിധ വീടുകളിലേക്ക് വിവിധ വ്യക്തികൾക്കൊക്കെ വിതരണം ചെയ്യാനായി കിറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായി പരാതി. ഇതിന് പുറകിൽ BJP ആണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു പരാതിയാണ്. ഈ പ്രദേശത്ത് വലിയ പ്രതിഷേധമുണ്ട്. ഈ ഒരു കട അടപ്പിക്കുകയും അതുപോലെ പുറത്ത് പ്രവർത്തകർ LDF, UDF പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഏകദേശം 1500ഓളം കിറ്റുകളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനുള്ള കിറ്റുകളാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കിറ്റ് വിതരണം നടക്കുന്നത് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമാനമായി കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. അത് BJPയുടെ നേതൃത്വത്തിൽ, NDAയുടെ നേതൃത്വത്തിലാണ് ആ കിറ്റുകൾ വിതരണം ചെയ്തത് എന്നായിരുന്നു വ്യാപക പരാതി. പക്ഷേ അതിനെല്ലാം തള്ളിക്കൊണ്ട് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ ഇന്ന് രംഗത്തെത്തിയിരുന്നു. അത് വ്യാജ ആരോപണമാണ്. അത്തരത്തിൽ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായി അറിയില്ല. അങ്ങനെ NDA അത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ താൻ അറിയും. അത്തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെ കൂടി പത്മജ പറഞ്ഞത്. അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി പുറത്തു വരുന്നത്. ഇത് വാടാനപ്പള്ളിയിൽ സൂപ്പർ മാർക്കറ്റിൽ ഇത്തരത്തിൽ കിറ്റുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു വിതരണം ചെയ്യാനായി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഭക്ഷ്യക്കിറ്റാണ് ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച ഇത്തരത്തിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്നത് അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഇലക്ഷൻ ഓഫീസർക്കും മണലൂർ റിട്ടേണിംഗ് ഓഫീസർക്കും UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഹരീഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കിറ്റ് വിവാദം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് BJPക്ക് ചെറിയ ക്ഷീണമായിരിക്കില്ല ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും UDFും LDFും എന്നുള്ളതിൽ സംശയം വേണ്ട.